ബ്രഹ്മാവിനോട് അരുണാസുരൻ വരം ചോദിക്കുകയാണ്. എനിക്ക് മരണം പാടില്ല. ജനിച്ചവർക്കെല്ലാം മരണം സുനിശ്ചിതമാണ്. മറ്റെന്തെങ്കിലും വരം ചോദിച്ചുകൊള്ളൂ എന്ന് ബ്രഹ്മാവ്. അപ്പോൾ ബുദ്ധിപൂർവം അരുണാസുരൻ ബ്രഹ്മാവിനോട് ആവശ്യപ്പെടുന്നത് തന്നെ മനുഷ്യരും ദേവന്മാരും ഒന്നും കൊല്ലാൻ പാടില്ല. തന്നെ 2 കാലുള്ളവരും 4 കാലുള്ളവരും കൊല്ലാൻ പാടില്ല. അരുണാസുരൻ കരുതി ഈ ലോകത്തിലെ എല്ലാവരും തന്നെ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന്. ബ്രഹ്മാവ് അരുണാസുരന് വരം കൊടുക്കുന്നു. വരം കിട്ടിയ അഹങ്കാരത്തിൽ അവൻ ലോകം മുഴുവൻ മതിച്ചു നടന്നു. കൈലാസത്തിലെത്തി ശിവനോട് പോലും അക്രമം പ്രവർത്തിക്കുന്നു. ദേവകളെല്ലാം പാർവതീദേവിയെ കണ്ട് ഇതിനൊരു പരിഹാരമുണ്ടാക്കണമെന്ന് അപേക്ഷിക്കുന്നു. പാർവതീദേവി ഭ്രമരീദേവിയായി മാറുകയാണ്. 6 കാലുള്ള ഒരു പ്രാണിയായി പാർവതീദേവി ജന്മമെടുക്കുന്നു. 6 കാലുകളുള്ള പ്രാണികളുടെ കൂട്ടം മുഴുവൻ അരുണാസുരനെ ഒരുമിച്ച് ആക്രമിച്ച് അവനെ കൊല്ലുന്നു. അവൻ ആവശ്യപ്പെട്ടത് 2 കാലും 4 കാലുമുള്ളവർ തന്നെ ആക്രമിക്കരുത്, തന്നെ കൊല്ലരുത് എന്നാണ്. പക്ഷേ അവൻ വിട്ടുപോയ ഒരു കാര്യം മാത്രമുണ്ട്. അതിലാണ് പാർവതീദേവി അവനെ കൊല്ലുന്നത്. നമ്മൾ ശക്തിമാന്മാരാണെന്ന് കരുതുന്ന, തെറ്റിദ്ധരിക്കുന്ന പലരെക്കാളിലും ശക്തി കാണും. ശക്തിയുള്ളവരല്ല എന്ന് വിചാരിക്കുന്ന പലർക്കും എന്ന് ഈ കഥ സൂചന നൽകുകയാണ്. നിസ്സാരരെന്ന് കരുതുന്ന പലരും മരണത്തിന് പോലും കാരണമാകുന്നു. സൂക്ഷ്മജീവികൾ, ചെറിയ പ്രാണികൾ ഒക്കെ മരണത്തിന് കാരണക്കാരായി മാറുകയാണ്.